ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നാം ജീവിക്കുന്ന പ്രകാശമാകണം. വി മസ്റ്റ് ബി ദ ലിവിംഗ് ലൈറ്റ്. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു, മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു, മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു, മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നാം ജീവിക്കുന്ന പ്രകാശമാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം തിരുവചനം. Arise, shine, for the light has come, and the glory of the Lord has risen upon you. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ വചനം പറയുന്നുവല്ലോ, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്ക് എഴുതി തന്നത്. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് വചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. അധികം ഇരുട്ടുള്ള രാത്രിയിലാണല്ലോ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത്. നാം ഇരുട്ടിൽ ജീവിക്കേണ്ടവരല്ല, നാം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കേണ്ടവരാണ്. എല്ലാ മനുഷ്യരിലും നന്മയുടെ തിരുനാളമുണ്ട്. എന്നാൽ അത് എരിയുന്നതനുസരിച്ചാണ് നാളം വിശാലമാകുന്നത്. നാം യേശുവിൻ്റെ സാക്ഷികളായി അവിടുത്തെ ദീപങ്ങളായി തന്നെ ശോഭിക്കണം. സ്നേഹമായിരിക്കണം തിരുനാളം. അന്യോന്യം സ്നേഹിക്കുന്നതിന്, കരുതുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം നല്ല സാക്ഷ്യമുള്ളതായിരിക്കണം. സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്ര എന്നത് മറന്നുപോകരുത്. ചന്ദ്രനെ ചുറ്റി നിൽക്കുന്ന ചെറുതാരങ്ങളാകാൻ നമുക്ക് സാധിച്ചാൽ തന്നെ അത് വലിയ നേട്ടമാണ്. കർത്താവിന്റെ വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. A city set on a hill cannot be hidden. നമ്മുടെ ജീവിതം പ്രകാശമാകുമ്പോഴേ ജീവിതം ധന്യമാകൂ. നാം പ്രകാശത്തിന്റെ സന്തതികളായി തന്നെ ജീവിക്കണം. മിന്നാമിനുങ്ങുകൾ കൂരിരുട്ടിലും അതിന് പോകുവാനുള്ള വഴി അത് കണ്ടെത്തുന്നത് അതിൻ്റെ അകത്തുള്ള വെളിച്ചമാണ്
എന്നത് ഓർക്കുക. നമുക്കും യേശുവിൻ്റെ ദീപങ്ങളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ ചെറുദീപങ്ങളായി ശോഭിപ്പാനുള്ള കൃപ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ലോകമെമ്പാടും ഉത്ഥാന ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളും കർത്താവേ, ഉയർത്തെണീറ്റ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രകാശപൂരിതമായി തീരുവാൻ ഞങ്ങളെ അവിടുത്തെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ കിടക്കുന്ന ജനതകൾക്ക് ഞങ്ങൾ വഴികാട്ടികളായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്നതിനെ പണിയുന്നവരായി, ജീവനില്ലാത്തതിനെ ജീവിപ്പിക്കുന്നവരായി അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ഹല്ലേലൂയ, അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അവിടുന്ന് തന്ന ഈ വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അവിടുത്തെ രാജ്യമായി മാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളെയും തിരുക്കരങ്ങൾ തരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ലോകത്തിൻ്റെ ദീപമായി വളരുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവരുടെ ജീവിതത്തെ അന്ധകാരപൂർണമാക്കുന്ന സകല ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് അവയെല്ലാം അവിടുത്തെ നാമത്തിൽ പുറത്താക്കാനുള്ള ശക്തി മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെയെല്ലാം തിരുക്കരങ്ങളിൽ തന്നെ, വിശേഷാൽ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പാ. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പാ. ഞങ്ങളുടെ തുരുത്തിയെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾക്കായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദൈവമേ. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അല്ലെങ്കിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കുവാൻ അവിടുന്ന് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ വിശുദ്ധ ദിനത്തിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു. മഹിമയുടെ നാഥനുയർത്തുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു.